അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. അവന്റെ അവസ്ഥ കാണുമ്പോൾ പറയേണ്ടിയിരുന്നില്ലെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഒരിക്കൽ പോലും തുറന്നു പറയാതെ ഇതെല്ലാം ഉള്ളിലൊതുക്കി നടന്നത് ഈ ഒരവസ്ഥ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേ? സ്വയം സഹിച്ചും എല്ലാം ഉള്ളിലൊതുക്കി ഇത്രയും നാൾ ഞാൻ നടന്നു, ഇനി വയ്യ എനിക്ക്. അവൾ പറഞ്ഞ വാക്കുകളൊന്നും അവനിലേക്ക് എത്തിയില്ല. ആ ഉള്ളാകം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആമി. അത് മനസ്സിലാക്കിയതുപോലെ അവളും ആ മുറിയുടെ മൂലക്ക് നിലത്തായിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് രണ്ടുപേരുടെയും കണ്ണുകളിൽ വിഷാദം നിറഞ്ഞു. മനസ്സിലിട്ടുകൊണ്ട് മൂടിയതുപോലെ തോന്നി ജീവന്. വാക്കുകൾ പുറത്തേക്ക് വരാത്ത പോലെ. കാൽമുട്ടിൽ തലവെച്ച് നിലത്തിരിക്കുന്നവളെ അവൻ തലമുക്കി നോക്കി. എന്തു പറയണമെന്ന് അറിയുന്നില്ല, ചോദിക്കണമെന്ന് അറിയുന്നില്ല. ആരെ വിശ്വസിക്കണം? മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞവൾ ഉണ്ടാക്കിയ മുറിവ് അത്രത്തോളം അവനിൽ വേരൂന്നി തുടങ്ങിയിരുന്നു. അതിന്റെ ഫലമായി കണ്ണുകളിൽ നീരടിഞ്ഞുകൂടി തടഞ്ഞു നിർത്താൻ കഴിയാത്ത വണ്ണം അവ ഉറവിയായി ഒഴുകിയിരുന്നു. എല്ലാരും പപ്പേൻ്റെ പാറ്റും പാറ്റും ചാച്ചു കാച്ചും പാൻ്റെ കാച്ചും എനിക്ക് കുഞ്ഞൊരു പാപ്പ, എൻ്റെ പാപ്പ എത്തോണ്ട് പോവാൻ വേണ്ടി മാത്രം നീച്ചുവാ. എസ്റ്റേറ്റിലെ തിരക്കിനിടയിൽ ഓടി വന്നത് ഇത് കേൾക്കാനാണ് എന്നാണ് ജോയി ചിന്തിച്ചത്. കാര്യമായി എന്തോ പറയാനാണെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയതാണ് മോളിക്കുട്ടി. ഞാൻ പയ്യന് വല്ല മനസ്സിലായോ? നിനക്ക് എന്നാത്തിന്റെ കേടാ കൊച്ചേ? മര്യാദക്ക് പണിയെടുത്തോട് നിന്ന് എന്നെ വിളിച്ച് വരുത്തി ഇത് പറയാനാണോ? എവിടെ നിന്റെ അമ്മ? എനിക്ക് അഞ്ഞൂറ്റ, പക്ഷേ ഞാൻ പയ്യനെ കയറ്റിട്ട് പാപ്പ പിന്നെ എണീറ്റാ മതി. ഇല്ല, ഞാൻ നാളെ രാവിലെ കൂട്ടിന് ചായയിൽ ഉറുമ്പിനെ പിച്ചിട്ടും. ഇത് വല്ലാതെ കുരിശായല്ലോ. പറയ്, എന്നതാ പപ്പയുടെ അന്നെ കൊച്ചിന്റെ പ്രശ്നം? എല്ലാറ്റും പപ്പേൻ്റെ പാറ്റും പാരും രാച്ചു കാച്ചും പഞ്ച് കാച്ചും എനിച്ചും. ഇതല്ലേ ആദ്യം പറഞ്ഞത്? നീ ഇതെന്താ റെക്കോർഡ് ചെയ്തു വെച്ചേക്കോണോ? കാര്യം പറയാ കൊച്ചേ. എനിക്ക് ചോദിച്ചു വേഞ്ഞം. തോച്ചോ? അതെന്നാ സാധനം? തിന്നത് പോലാണോ? അല്ല, ഈ പൊറ്റിറ്റുന്നെ ചോച്ച ടിഷ്യൂ വെച്ചില്ലേ? ആയി ടിഷ്യുവോ? ആര് വെച്ച്? ഓ, അമ്മയോട് അപ്പയെ പഞ്ഞയാ, പൊത്തിയില്ല പപ്പനെ കല്യാണം കാച്ചാൻ. എന്നാ പിന്നെ നിന്റെ അമ്മയോട് വേറെ കെട്ടാൻ പറയാൻ വയ്യായിരുന്നോ? അതിന് ഒറ്റും ബുദ്ധിയിൽ നീ ഇപ്പല്ലേ എനിക്ക് മനസ്സിലായേ. ജോയി മുന്നിൽ നിൽക്കുന്ന പൊടിക്കുപ്പിയെ പല്ല് കടിച്ച് നോക്കി. ചോ, ഞാൻ പനൂനിന് മാഞ്ഞു പോയി. പാപ്പേ, എന്റെ കുഞ്ഞെ, ഞാൻ നിന്റെ മുന്നിലല്ലേ ഇരിക്കുന്നത്, പിന്നെ ഈ കിടന്ന് അണ്ടാവ് കീറുന്നത് എന്തിനാ? ചോരി പാപ്പേ, പ്ലോയിന് മഞ്ഞയാ എന്റെ ചോച്ച് വനം. രവിയിലെ കയ്യിലില്ലേ, അതൊരു ഡിഷു വെച്ചാല് ആ ചോച്ച് തോക്കോ അന്നെ മേച്ച് ചേരുവോ? ഒരു വാട്ടർ കണ്ണ് കൊണ്ടു നടന്ന് വീട് മൊത്തം കോളാക്കി. ഇനി വേറൊന്നും കൂടി എന്നതിനാ? ചോ, കപ്പാറ്റല്ല, ഒറിജിനല് വേണം. രവിയോട് ചോദിച്ചാൽ മതി. രവി ചോദിച്ചു വാങ്ങിയ കാര്യം പഞ്ഞു തരും. ഒറിജിനൽ തോക്ക് ഞാൻ വാങ്ങിത്തരണം. അതും രവി വാങ്ങിയ കടയുന്നു. ആട്ടെ, തോക്ക് കിട്ടിയിട്ട് എൻ്റെ മോൾക്ക് ആരെ വെടിവെക്കാനാ? ഓക്കെ രാജനെ, അമ്മ പറഞ്ഞു അവൻ എൻ്റെ ക്ലാസ്സിലാ നിന്ന്. ചൂലിൽ പോകും മുന്നേ തോറ്റു മേച്ച് വെച്ചാലേ കുത്തകേരി കാച്ചപ്പോൾ ടുഷു വെച്ചാലോ? മൊട്ടത്തോട് തലേന്ന് ഇളകി പോകാതെ സ്വന്തം പ്രോപ്പർട്ടി പറയുന്നത് കേട്ട് അവൻ കണ്ണു പിടിച്ചു. ടീഷു അല്ല, നല്ല ചൂരിൽ കൊണ്ട് തല്ല കിട്ടണത്. ഓടിക്കണം. ഇയ പഞ്ഞ് എല്ലാച്ചും പപ്പേൻ്റെ. എൻ്റെ പപ്പ മാറ്റി കഴിഞ്ഞ് എപ്പോഴും വായിച്ചു പയ്യും. മുഖം താഴ്ത്തി പറയുന്ന കാന്താരി അവൻ മടിയിലേക്ക് ഇരുത്തി. അയ്യോടാ, എൻ്റെ ചട്ടമ്പി കല്യാണമാണോ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഷെയിം പാപ്പേ ഷെയിം. എന്നൊരു മിൻ്റെ പോ പാപ്പച്ച അവനെ ഇഷ്ടം. ആ കേരാഞ്ഞ് അവന് ഷൂലിൽ വെച്ച് അവനോട് സംസാരിച്ച് കണ്ടേ ഞാൻ. അയോൻ്റെ തോറ്റ് ചേരാഞ്ഞ്. എൻ്റെ പൊട്ടിക്കുട്ടി, ആ കേദാറിൻ്റെ പപ്പയും അമ്മയും നിന്റെ വൈകിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ടല്ലേ പാപ്പാന്ന് സംസാരിച്ചത്. അല്ലാതെ എൻ്റെ മാലാകോച്ചിനേക്കാൾ വലുതാണ് അവന്. അപ്പൊ ചോച്ചോ? തോക്കെല്ലാം വലിയ ആളുകൾക്കുള്ളതാ. ഡെവി പോലീസല്ലേ, അതാണ് അവൻ്റെ അടുത്ത് തോക്കുള്ളത്. ചെറിയ മക്കൾ കളിപ്പാട്ടം വേണം എടുക്കാൻ, മനസ്സിലായോ? അപ്പൊ കേട്ടാരോ എന്നോട് വക്കീലാനാ അവൻ്റെ ക്ലാസ്സിൻ്റെ വന്നെ. വഴക്കിടുവാണെങ്കിലേ പപ്പയില്ലേ ഇവിടെ? ആ സെക്കൻഡ് അവിടെ വന്ന് ഞാൻ എൻ്റെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുക്കില്ലേ? അതുപോലെ വിശ്വാസല്ല. കാതൻ്റെ അടി എന്നെ കുറിച്ച് നിനക്ക് പപ്പയെ വിശ്വാസമില്ലാഞ്ഞേ? അയ്യോൻ്റെ അല്ലേ, എൻ്റെ പപ്പ പാവാ. പക്ഷേ അവൻ വാക്കിന് വന്ന ഞാനും അതുപോലെ കൂടി നോട്ടിച്ചു പോലാം. രണ്ടും കൂടി ആ ചെറുക്കനെ എന്നാ ചെയ്യാനാ? ഇടിച്ച് ചമ്മന്തി അച്ചു. കേടാ ചമ്മൻ. സൂപ്പർ. നിന്നെയൊക്കെ എന്ത് വിശ്വസിച്ച സ്കൂളിൽ പറഞ്ഞു വിടുന്നത്? പിള്ളേരെടുക്കാൻ നടക്കുന്ന ഗുണ്ടികൾ. ഗുണ്ടിയോ? ഗുണ്ടിയല്ലേ നിങ്ങൾക്ക് അതാ ചേരുന്നത്. അല്ല, ആടെയും ചക്കരും ഒന്നിച്ചാണല്ലോ എപ്പോഴും. ഇന്ന് എവിടെ പോയി ആദി?
രവിയോട് ചോദിച്ചാൽ പോയതാ. ചിലപ്പോൾ കിറ്റും. ഞങ്ങളൊരു ടിഷ്യൂ വെച്ചിട്ട് ടിറ്റു കൊറ്റോലാം. മിക്കവാറും 2 അവൻ തൂക്കിയെടുത്ത് വെളിയിലെറിയും. എന്നിട്ട് അവിടെ കിടന്ന് ടിഷ്യൂ ആയിരിക്കില്ല, ഷൂഷു അവൻ വെക്കാൻ പോകുന്നത്. 2 വെടിവെപ്പുകാർ ഇറങ്ങിയേക്കുന്നു. നീയൊക്കെ ആര്? വീരപ്പൻ്റെ കൊച്ചുമക്കളോ? ആരാ? അതാരുമല്ല. ഇനി അതീ പിടിച്ച് കയറി. അല്ലേലും പപ്പയ്ക്ക് ഒന്നും അറിയില്ല. ഞാൻ ആര്യമോലെ പോയി നോറ്റേ. മരിച്ചേ. ജോയെ തള്ളി മാറ്റി അന്ന മുറിയിൽ നിന്നും ഇറങ്ങിയോടി. ഇങ്ങനെ 2 ഉണ്ടെങ്കിലേ തല്ല് വന്ന വഴി അറിയില്ല. ഒറ്റയ്ക്ക് വർത്താനം പറയുന്നവനെ കണ്ടാണ് മോളിക്കുട്ടി മുറിയിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ ഭ്രാന്തം തുടങ്ങിയോ? ഏത്? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? ഞാനിവിടുത്തെ ആറ്റമ്പുകളെ പറ്റിയാ ആലോചിച്ചത്. 2 ഇപ്പൊ തോക്ക് വേണം പോലും. കേദാന്റെ വെടിവെക്കാനല്ലേ? നിനക്കതെങ്ങനെ അറിയാം? നാഴേക്ക് 40 തോട്ടം കേൾക്കുന്നതല്ലേ? കാർട്ടൂൺ കണ്ട ആ ചെറുക്കനെ എങ്ങനെയൊക്കെയാ പണി കൊടുക്കുന്ന 2 കൂടി ആലോചിക്കുന്നത്. സ്കൂള് തുറന്ന് അവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്നതാവും നല്ലത്. പരാതി കേൾക്കാൻ പോയി വരാൻ എളുപ്പമായിരുന്നു. UKG ആയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വളർന്നു വരുമ്പോഴുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന് ഇനിയും സമയമുണ്ട്. ഞാനിപ്പോൾ വിളിച്ചു വരുത്തിയതേ വേറൊരു കാര്യം പറയാനാ. ജീവനോട് റോസിലെല്ലാം പറഞ്ഞു. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് പലപ്പോഴും കണക്കും കാര്യങ്ങളും അടച്ചു വെച്ച് ചുറ്റും നടക്കുന്നത് നോക്കണം. ഇന്നലെ രാത്രി ഇത് പറയാനല്ലേ ഞാൻ വന്നത്. അപ്പോഴുണ്ട് റബ്ബറിൻ്റെ നീളവും മണ്ണും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളല്ലേ പെണ്ണുപിള്ളേ അത്. ഒരു ചെറിയ തെറ്റ് പോലും വരരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവളുടെ തോളിൽ കൂടെ കൈയിട്ട് ജോയി പറഞ്ഞതും അവളും അവനെ മൂക്കിൽ പിടിച്ച് വലിച്ചു. താടിയും മുടിയെല്ലാം വളർന്ന് ഭ്രാന്തനെ പോലെയുണ്ട്. പോയി വെട്ടിക്കളയും മനുഷ്യ. ഇല്ലേ പണ്ടതേതുപോലെ രാത്രിയിൽ ഞാൻ കഥയും കൊണ്ട് ഇറങ്ങും. ഓർമ്മയുണ്ടോ അത്? എൻ്റെ പൊന്നെ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അതാണ് മോനെ നല്ലത്. ഷോ, പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മറന്നു. അവർ സംസാരിച്ചു മനുഷ്യ. ആ അമ്മല ചെയ്തതെല്ലാം ജീവൻ അറിഞ്ഞു. എന്നിട്ട് ജീവന്റെ മുറിയിലുണ്ട് റോസ്ലിന്. അവിടെ എന്നതാ നടക്കുന്നത് എനിക്ക് അറിയില്ല. പിന്നെ എല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞതോ? അറിഞ്ഞു കാണുമല്ലോ, ഒരിതിൽ പറഞ്ഞതാ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. സത്യങ്ങളെല്ലാം അറിഞ്ഞാലും റോസ്ലിന്റെ ജീവൻ സ്വീകരിക്കുന്ന ഉറപ്പുണ്ടോ? ഉറപ്പല്ലടി, പക്ഷെ ചാൻസ് കൂടുതലല്ലേ. 2 സർജറി കൂടി കഴിഞ്ഞാൽ ജീവൻ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആവും. റോസിൽ അവന് പറ്റിയ കൂടുമാവും. ആ കാര്യത്തിൽ തറക്കില്ല. അതെനിക്ക് ഉറപ്പാ. ജോയി അലമാര തുറന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ മോളിക്കുട്ടി അവൻ്റെ പുറത്തേക്ക് ചാരി നിന്നു. ഈ ചായ എന്നടി കാര്യമായി പറയാനുണ്ടല്ലോ. റോസിലിന് ജീവനെ കിട്ടണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതെന്നാന്ന് അറിയാവോ? ഒരിക്കൽ അവൾക്ക് നഷ്ടപ്പെട്ടത് ഇന്ന് അവളെ തേടി വന്നതുപോലെ തോന്നുന്നു. അവരൊന്നിച്ച 2 ആൾക്ക് അത് നല്ലതേ ആകൂ. ജോയി തിരിഞ്ഞവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അതുകൊണ്ടല്ലേ എല്ലാവരും മനാഫിനെ പിടിച്ച് ഇങ്ങനെ ഒരു പണി ഏൽപ്പിച്ചത്. കിട്ടുമ്പോൾ അവൾക്കും നിനക്ക് കിട്ടിയതുപോലെ നല്ലൊരു കെട്ടിയവനെ കിട്ടുടി. ഓ, അവിടെ സ്വന്തമായി പൊക്കാൻ മറന്നില്ല. വാ, താഴേക്ക് പോയി നോക്കാം. ഇപ്പൊ പോണോ? എൻ്റെ പെണ്ണനെ ഇച്ചായ എന്നൊക്കെ വിളിക്കുന്നത് മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ്. അപ്പൊ പിന്നെ തൻ്റെ ദേഹത്ത് മുറുകുന്ന അവൻ്റെ കയ്യിൽ അവളൊരു പിച്ചു കൊടുത്തു. കൊഞ്ചത് വാരാ നോക്ക്, അതൊക്കെ രാത്രി. സത്യം? സത്യം. സന്തോഷത്തിൽ താഴേക്ക് തുള്ളിച്ചാടി പോകുന്നവരെ കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. കാരണം കുറച്ചു മുമ്പാണ് ആദ്യയും മന്നയും വന്ന് രാത്രിയിലേക്ക് ബെഡ് ബുക്ക് ചെയ്തിട്ട് പോയത്. റോസലിൻ. ജീവന്റെ ശബ്ദമാണ് അവളെ കോളേജ് കാലഘട്ടത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. നിലത്ത് നിന്നും അവൾ ചാടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. എന്താ? ആ വെള്ളമൊന്നും എടുത്ത് തരുമോ? ചോദിക്കുന്നതിനിടയിൽ ഇക്കിള് വരുന്നത് അവളും അപ്പോഴാണ് ശ്രദ്ധിച്ചത്. വേഗം തന്നെ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അവൻ്റെ തല ചെറുതായി പൊക്കി പിടിച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മതിയോ? മനാഫിലൊന്ന് അകത്തേക്ക് വിളിക്ക്. അവളുടെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത്. എന്തെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്ത് തരാം. വേണ്ട, മനാഫിനോട് പറഞ്ഞാൽ മതി. അവൾ പിന്നൊന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കാത്തു നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നു. പറഞ്ഞോ എല്ലാം? മനാഫിനെ സാറ് വിളിക്കുന്നുണ്ട്. അവളുടെ മനാഫി എന്നുള്ള പ്രയോഗത്തിലുണ്ടായെന്ന് അവനോടുള്ള ഇഷ്ടക്കേട്. അത് മനസ്സിലാക്കിയതുപോലെ അവൻ ദയനീയമായി മറ്റുള്ളവരെ നോക്കി മുറിയിലേക്ക് നടന്നു. ജീവൻ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സാരല്ല, മനസ്സിനൊരു സമാധാനമായില്ലേ ഇപ്പോൾ? ഇനിയെല്ലാം ശരിയാവുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. താങ്ക് യു. ഒരുപക്ഷെ ചേച്ചി പറഞ്ഞില്ല എന്നെങ്കിൽ ഇപ്പോഴും ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി നടന്നേനെ. ഇപ്പം മനസ്സിൽ നിന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ. ഇത് ഇത്തിരി നേരത്തെ ആവാമായിരുന്നില്ലേ? പോട്ടെ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ജീവൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാന്നേ. എല്ലാവരിലും പകുതി ആശ്വാസമായി എന്നപ്പോൾ
ജീവന്റെ മനസ്സ് മാറാൻ അവർ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ എരിച്ചപ്പോ കേരാഞ്ഞേക്കാ കുറ്റക്കേരാഞ്ഞോ? ആന്നെ അവനെന്നോട് ഐ ലവ് പറഞ്ഞില്ലേ, എന്നെ കല്യാണം കാറ്റു പറഞ്ഞു. ഇരെ പാങ്കരാ, പക്ഷെ പേച്ചല്ലോ അവൻ വേറെ ഷൂലല്ലേ. വേറൊരു കാര്യം തന്നെ കൊച്ചേ, അവൻ്റെ കണ്ണ് സൂപ്പരാ കാണാൻ. അതുപോലെ അവൻ്റെ കവിലെ കുയ്യുണ്ട്. ശരിക്കും എന്ത് രസാനോ. ആരുടെ എപ്പോഴും പറയും എരിച്ചിന് അവളെ കല്യാണം കഴിച്ചു ഞാൻ, പക്ഷെ ഐ ലവ് പറഞ്ഞ എന്നോടല്ലേ.